കാണുന്ന വലിയ നെൽപ്പാടം കണ്ടില്ലേ, എന്തൊരു അടിപൊളിയാണ്, എന്ത് മനോഹരമാണ് ഈ നെൽപ്പാടം. പക്ഷേ ഈ കാണുന്ന നെല്ല് മുഴുവൻ കൊയ്ത് സപ്ലൈകോയ്ക്ക് നൽകിയാലും ഇതുണ്ടാക്കുന്ന കർഷകന്റെ കഷ്ടപ്പാട് മാറില്ല. ഞങ്ങൾ ഈ ഭാഗത്ത് ഫസ്റ്റ് ക്രോപ്പ് ഇടുന്നില്ല വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം നഷ്ടത്തിലേക്കാണ് കൂപ്പ് കുത്തുന്നത്. പിന്നെ പുല്ലുമത്തേക്ക് ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ കണ്ടങ്ങൾ പുന്നത് വൃത്തിയാക്കി വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാകുമല്ലോ പറഞ്ഞ് ലളിതമായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ജയശീലൻ 3 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നടത്തുന്നു. ഇക്കുറി കൊയ്ത്ത് കഴിയുമ്പോൾ കടം വീട്ടാൻ കഴിയുമോ എന്ന് തന്നെ സംശയമാണ്. ഇത്തവണ മാത്രമല്ല, എല്ലാ തവണത്തെയും സ്ഥിതി ഇത് തന്നെ. വളം, ട്രാക്ടറിൻ്റെയും കൊയ്ത്ത് യന്ത്രത്തിൻ്റെയും വാടക, തൊഴിലാളികളുടെ കൂലി, അങ്ങനെയെല്ലാം വർഷാവർഷം മുറ പോലെ കൂടുന്നുണ്ട്. എന്നാൽ നെല്ലിൻ്റെ വില മാത്രം അങ്ങനെ അടിയുറച്ച് നിൽക്കുകയാണ്. 5 വർഷമായി ഒരു മാറ്റവുമില്ലാതെ. കഴിഞ്ഞ വർഷം ഈ കൊയ്ത മെഷീൻ 2200 ഇപ്പോൾ കൊയ്യുന്ന 2400 2500 വേണം പറഞ്ഞ് നിൽക്കുകയാണ്. ഈ വർഷം 28 ആയി നിൽക്കുകയാണ്. അപ്പോൾ ഈ കൂടുന്ന എന്നാൽ ലേബർ ചാർജ് കൂട്ടരുത്, കൂട്ടിക്കോട്ടെ, കുഴപ്പം പ്രശ്നം വരുന്നില്ല. അതിനനുസരിച്ച് ഈ ഉൽപ്പന്നത്തിനും വില കൂട്ടി വരണ്ടേ, എന്നാലല്ലേ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ലേഡീസിനാണെങ്കിലും 300 രൂപ 250 രൂപ കൊടുത്തിപ്പോൾ 450 രൂപ. അപ്പോൾ അതിന് ഈ ലേബർ ചാർജ് കൂടിക്കൊണ്ടുപോവുക നമ്മുടെ ഉൽപ്പന്നത്തിന് താഴ്ത്തും. അതേപോലെ വളങ്ങളായാലും വെള്ള എല്ലാറ്റിനും കൂടിക്കൊണ്ടുപോകും. വീട്ടിലെ ബാധ്യതകൾ, പെങ്ങന്മാരിനെ കല്യാണം കഴിച്ചു കൊടുക്കൽ, മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ കടം വാങ്ങിക്കും. അതിങ്ങനെ വീണ്ടും വരും ഇങ്ങനെ അങ്ങനെ പോകും. അത്രേ ഉള്ളൂ. ഇപ്പോഴും അതന്നെ ജീവിതം. ഈ വലിയ നെൽപ്പാടമൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം എന്നല്ലാതെ ഇവിടെ വിത്തെറിഞ്ഞ് ലാഭം കൊയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. മാൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ വി എസ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.